ഈ മരണത്തിൽ നിങ്ങളെക്കാളൊക്കെ വേദനിക്കുന്നത് ഞാനാ. പ്രവീൺ എന്റെ ബന്ധുവായതുകൊണ്ടോ ബിസിനസ് പാർട്ണർ ആയതുകൊണ്ടോ അല്ല, അവൻ എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു. ബിസിനസ്സിൽ പ്രവീണിന് ശത്രുക്കളാരെങ്കിലും? ഇല്ല. എന്തെങ്കിലും ഫിനാൻഷ്യൽ പ്രോബ്ലംസ്? എന്റെ അറിവിലില്ല. പിന്നെ അതൊക്കെ എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് കമ്പനി അക്കൗണ്ടന്റ് ജയകൃഷ്ണനാണ്. താങ്ക് യു മിസ്റ്റർ മുരളി. ഓക്കെ. നമ്മൾ ബന്ധുക്കളായത് മാത്രമല്ല, ഒരു ക്രിമിനൽ വക്കീൽ എന്ന നിലയിലും താങ്കളുടെ സഹായം ഞങ്ങൾക്ക് വേണം. തീർച്ചയായും. നിങ്ങളല്ലേ അക്കൗണ്ടന്റ് ജയകൃഷ്ണൻ? അതെ സാർ. പ്രവീണിന് സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ, എല്ലാ കമ്പനികളും ലാഭത്തിലാണ്. നിങ്ങളോടൊക്കെ പ്രവീൺ എങ്ങനെയായിരുന്നു? അച്ഛൻ തമ്പുരാന്റെ അതേ സ്വഭാവം. എല്ലാരും സഹായിക്കും. ഒരുപാട് ആൾക്കാർ സഹായം ചോദിച്ചു വരാറുണ്ട്. സഹായം എന്ന് വെച്ചാ? അധികവും സാമ്പത്തിക സഹായ. പക്ഷേ ഈ ഇടയായി സഹായം ചോദിച്ചു വന്ന പലരും അദ്ദേഹം മടക്കി അയച്ചിരുന്നു. എന്താ കാരണം? ഈ വർഷം എക്സ്പോർട്ട് ബിസിനസ്സിൽ ഉദ്ദേശിച്ചത്ര ലാഭം കിട്ടിയില്ല. ഈ അടുത്ത ദിവസങ്ങളിൽ സംശയിക്കത്തക്കതായി എന്തെങ്കിലും ഉണ്ടായോ? അങ്ങനെ ചോദിച്ചാ ഒരു സംഭവം ഉണ്ട്. കുറച്ചു ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ മുറിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് ഇറങ്ങി പോകുന്നു കണ്ടു. കരഞ്ഞോണ്ടോ? എന്ന് വെച്ചാ അയാളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അയാളെ കണ്ടാ നിങ്ങൾ തിരിച്ചറിയോ? അറിയും സാർ. അയാൾ വന്നത് എന്നാണെന്ന് ഓർമ്മയുണ്ടോ? ദിവസം കൃത്യമായിട്ട് ഓർക്കണില്ല. ഏതായാലും 2 ആഴ്ചക്കുള്ളില്ല. അന്ന് ഉച്ച കഴിഞ്ഞ ഒരു 3 മണി സമയത്ത്. ഓ. നിങ്ങൾക്ക് ഇവിടെ വിസിറ്റേഴ്സ് രജിസ്റ്റർ അല്ലേ? ഉണ്ട് സാർ. അതിൽ എന്തൊക്കെ വിവരങ്ങളാണ് രേഖപ്പെടുത്തുക? സന്ദർശകരുടെ പേരും അഡ്രസ്സും പിന്നെ ഫോൺ നമ്പറും. കഴിഞ്ഞ 2 ആഴ്ച കാലത്ത് ഇവിടെ വന്ന എല്ലാ സന്ദർശകരുടെയും ലിസ്റ്റ് വേണം, ഉടനെ തന്നെ. ഇപ്പൊ തരാം സാർ. ആ ലിസ്റ്റിലെ ചെറുപ്പക്കാരായിട്ടുള്ള എല്ലാവരും കണ്ടുപിടിക്കണം. എന്നിട്ട് അവരറിയാതെ അവരുടെ ഫോട്ടോ എടുക്കണം. ഓക്കെ സാർ. ഇതാണ് സാർ ലിസ്റ്റ്. മൊത്തം 47 പേരുണ്ട്. നമ്പർ 1 ചന്ദ്രശേഖരൻ. ഇയാളാണോ? അല്ല. ഇയാള് തന്നെ, എനിക്ക് ഉറപ്പാ. എന്താ ഇയാളുടെ പേര്? ദേവരാജ് വാര്യർ. അത് വല്യംബ്രാൻ പറഞ്ഞിട്ടാ ഞാനന്ന് പ്രവീൺ സാറിനെ കാണാൻ ചെന്നത്. എന്തിനായിരുന്നു അത്? എന്റെ അനിയത്തി ദീപയ്ക്ക് വേണ്ടി. അവള് കലാമണ്ഡലത്തിൽ പഠിച്ചതാ. മദ്രാസിൽ പോയി നൃത്തത്തിൽ ഉപരിപഠനം നടത്തണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. പക്ഷെ അതിനുള്ള സാമ്പത്തിക ശേഷി ഞങ്ങൾക്കില്ല. ഒരു ദിവസം ഞങ്ങൾ പോയി വല്യംബ്രാനെ കണ്ട് സഹായം ചോദിച്ചു. അവളുടെ പഠനത്തിന് ആവശ്യമായ എല്ലാ ചെലവുകളും അദ്ദേഹം വഹിച്ചോളാന്ന് പറഞ്ഞു. പ്രവീൺ സാറിന്റെ ഓഫീസിൽ വന്ന് പണം വാങ്ങിച്ചോളാനാ അദ്ദേഹം പറഞ്ഞത്. അതനുസരിച്ചാ ഞാൻ ഓഫീസിൽ ചെന്നത്. പക്ഷേ സാറ് പറഞ്ഞു പൈസ തരാൻ പറ്റില്ലെന്ന്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? അറിയില്ല സാർ. പ്രവീൺ സാറിന്റെ ആ പെരുമാറ്റം എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. കാരണം ഞങ്ങൾ അതുവരെ കണ്ട ആളെ ആയിരുന്നില്ല അന്ന്. സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ ആകെ ഒരു വ്യത്യാസം. നിങ്ങൾ എന്തിനാ കരഞ്ഞത്? എന്റെ പെങ്ങടെ നിർഭാഗ്യം ഓർത്തിട്ടാണ് സാർ ഞാൻ കരഞ്ഞേ. യാത്രയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി അവള് കാത്തിരിക്കായിരുന്നു. ഞാൻ കാല് പിടിച്ച് കരഞ്ഞിട്ടും അദ്ദേഹം ഞങ്ങളോട് കനിഞ്ഞില്ല. ആ സമയത്ത് പ്രവീണിന്റെ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല സാർ. പക്ഷേ പ്രവീൺ സാർ ആകെ അസ്വസ്ഥനായിരുന്നു. നിങ്ങൾ സംസാരിക്കുന്നതിനിടയ്ക്ക് പ്രവീണിനെ ആരെങ്കിലും ഫോൺ ചെയ്തിരുന്നോ? ഓ സാർ, ഒരു ഫോൺ വന്നിരുന്നു. ആരാ വിളിച്ചെന്ന് മനസ്സിലായോ? ഇല്ല സാർ. പക്ഷേ എന്താണ്? പറയൂ. ഒരുപക്ഷെ എന്റെ തോന്നലാവും. എന്നാലും ആ ഫോൺ വന്നതിന് ശേഷം പ്രവീൺ സാർ ആരും ഭയപ്പെടുന്ന പോലെ തോന്നി. ആരെയാവും പ്രവീൺ ഭയന്നിരിക്കുക? അങ്ങനെ ഒരു ഫോൺ പ്രവീണിന് വന്നിട്ടുണ്ടെങ്കിൽ അത് കൃഷ്ണപ്രസാദിന്റേതാകാനേ വഴിയുള്ളൂ. കാരണം അവന്റെ വരവോടെയാണ് പ്രവീൺ അസ്വസ്ഥനാകാൻ തുടങ്ങിയത്. 4 മാസം മുമ്പാ അവൻ തമ്പുരാനെ കാണാൻ ആദ്യമായി കൊട്ടാരത്തിലെത്തി. അന്ന് അവനും പ്രവീണുമായി വഴക്കുണ്ടാകുകയും ചെയ്തു. നിന്നെ കണ്ടുപോകരുത്. എന്നെ പുറത്താക്കിയോണ്ടോ ബേളം വെച്ചോണ്ടോ സത്യസത്യം അല്ലാണ്ടാവില്ല. എനിക്കിവിടുത്തെ സ്വത്തോ പണം ഒന്നും വേണ്ട. ഞാൻ അങ്ങയുടെ മകനാണെന്ന് അംഗീകരിച്ച മാത്രം മതി എനിക്ക്. വീണ്ടും അനാവശ്യം പറയുന്നു. മേലിൽ കാര്യം പറഞ്ഞ് ഇവിടെ വരരുത്. അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ? ഇറങ്ങി പോടാ പുറത്ത്. കണ്ട തന്തയില്ലാത്തവന്മാർക്കൊക്കെ കേറി ഇറങ്ങാനുള്ളല്ലേ കൊട്ടാരം. നീ എന്താണ് പറഞ്ഞ? ഇറങ്ങിപ്പോ പുറത്ത്. തീർന്നു വിചാരിക്കണ്ട. ഞാൻ ഇനിയും വരും. എന്നെ തന്തയില്ലാത്തവനെന്ന് വിളിച്ചവരെ കൊണ്ട് തമ്പുരാനെന്ന് വിളിപ്പിക്കും. അതിനെന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. അവന്റെ വാക്കുകൾ വെറും വാക്കായിട്ട് എനിക്ക് തോന്നിയില്ല. അവന്റെ വരവ് യാദൃച്ഛികവുമല്ല. എന്തൊക്കെയോ മനസ്സിൽ കണ്ടിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഈ കൊല നടത്തിയത് അവനാണെന്ന് ഞാൻ പറയില്ല. പക്ഷേ പ്രവീൺ മരിച്ചാൽ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്ന ആളാ കൃഷ്ണപ്രസാദ്. കാരണം തമ്പുരാൻ അവനെ മകനായി അംഗീകരിച്ചാൽ അവൻ പ്രവീണിന്റെ ജ്യേഷ്ഠനാകും.
അപ്പോ പിന്നെ തമ്പുരാന്റെ കാലശേഷം കൃഷ്ണപ്രസാദ് ആയിരിക്കും അടുത്ത തമ്പുരാൻ. മറ്റാർക്കെങ്കിലും രാജപദവി വിട്ടുകൊടുക്കാൻ പ്രവീണിനൊട്ടും ഇഷ്ടവുമല്ലായിരുന്നു. അതേ തുടർന്നുണ്ടായ വഴക്കായിരിക്കാം ഒരുപക്ഷേ കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചത്. അമ്മാവനറിയോ ഈ കൃഷ്ണപ്രസാദിന്റെ അമ്മയാരാണെന്ന്? അതിവിടെ ആർക്കും അറിയില്ല. പിന്നെ അറിയാൻ സാധ്യതയുള്ള ഒരാളേ ഉള്ളൂ, തമ്പുരാന്റെ ഏറ്റവും വലിയ ചങ്ങാതി കുട്ടൻ തമ്പുരാൻ. കൊരണ്ടിപ്പറിയാണെന്ന് വിചാരിച്ച് ദോശക്കല്ലി കയറിയിരുന്ന് ആ പാടെ പൊള്ളിപ്പോയി മക്കളെ. അയ്യോ. അമ്മാവ, ഞങ്ങൾ പോയിട്ട് പിന്നെ വരാം. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. ഇപ്പോ അമ്മാവന്റെ വെന്തിരിക്കല്ലേ? ഞാൻ ചന്തി കൊണ്ടല്ലല്ലോ വർത്താനം പറയണത്, വായ കൊണ്ടല്ലേ. ഓ തീർന്നില്ലേ? ഇനി മതി. ഒരു നല്ല സ്ഥലം കൈ കിട്ടിയ പിന്നെ വിടരുത്. അങ്ങനെ തിരുമ്മിക്കൊണ്ടേയിരിക്ക. നിങ്ങൾക്ക് അറിയേണ്ടത് കൃഷ്ണപ്രസാദിനെ കുറിച്ചല്ലേ? പണ്ട് നശിച്ചുപോയൊരു കോവിലകത്ത് തമ്പുരാട്ടി പെണ്ണ അവന്റെ അമ്മ. കുലത്തിൽ കുറവൊന്നുമില്ല, പക്ഷെ ഇവൻ